ഗാസ സിറ്റിക്ക് നേരെയുള്ള ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. നഗരത്തിൻ്റെ മധ്യഭാഗത്തേക്ക് 2 ദിശകളിൽ നിന്നുമായി ഇസ്രായേൽ സൈന്യം തള്ളിക്കയറുകയാണ്. മുഴുവൻ ജനങ്ങളും ഉടൻ ഗാസ സിറ്റി വിടണമെന്ന് ഇസ്രായേൽ സേന അറിയിച്ചു. തുടർച്ചയായ ആക്രമണങ്ങളിൽ ഗാസ സിറ്റിയിലെ ജനങ്ങൾ പരിഭ്രാന്തരാണെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. വ്യാഴാഴ്ച ഗാസ സിറ്റിയിൽ കുറഞ്ഞത് 40 പേർ കൊല്ലപ്പെട്ടതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. ജനങ്ങൾക്ക് സഹായം എത്തിക്കാനുള്ള ശ്രമങ്ങളെ ഇസ്രായേൽ തടയുന്നുവെന്ന് UN ഹ്യൂമാനിറ്റേറിയൻ ഓഫീസ് കുറ്റപ്പെടുത്തി. അതിനിടെ ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ട് UN രക്ഷാസമിതിയിൽ വിവിധ രാജ്യങ്ങൾ കൊണ്ടുവന്ന പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്തു. ഏകദേശം 2 വർഷമായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടെ US ഇത്തരമൊരു നടപടി സ്വീകരിക്കുന്നത് 6ാം തവണയാണ്. പ്രമേയത്തിൽ ഹമാസിനെ അപലപിക്കാത്തതും ഇസ്രായേലിൻ്റെ ആത്മരക്ഷാ അവകാശത്തെ അംഗീകരിക്കാത്തതുമാണ് വീറ്റോയ്ക്ക് കാരണമെന്ന് US പ്രതിനിധി മോർഗൻ ഓർട്ടഗസ് പറഞ്ഞു. ബന്ദികളുടെ മോചനവും മാനുഷിക സഹായത്തിനുള്ള തടസ്സങ്ങൾ നീക്കലും ആവശ്യപ്പെടുന്ന പ്രമേയത്തിന് 14 രാജ്യങ്ങൾ അനുകൂലമായി വോട്ട് ചെയ്തു. ഗാസയിൽ ഇസ്രായേൽ കരയാക്രമണം ശക്തമാക്കിയതോടെ നിരവധി ആളുകൾ മരിച്ചു വീഴുകയാണ്. ഗാസയിൽ സമാധാനം പുലരാൻ ഇനി നിർണായകം ഫ്രാൻസും സൗദിയും ചേർന്ന് നയിക്കുന്ന അടുത്ത യോഗമാണ്. ഈ മാസം 22-നാണ് യോഗം. അതിനിടെ ഹമാസ് തിരിച്ചടിക്കുകയാണ്. തെക്കൻ ഗാസയിലെ റഫയിൽ ഹമാസിൻ്റെ പ്രത്യാക്രമണത്തിൽ 4 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു. 3 സൈനികർക്ക് പരിക്കേറ്റതായും ഇസ്രായേൽ സേന സ്ഥിരീകരിച്ചു. ഇതിലൊരാളുടെ പരിക്ക് ഗുരുതരമാണ്. ഇവർ സഞ്ചരിച്ച സൈനിക വാഹനം ഹമാസ് ആക്രമിക്കുകയായിരുന്നു. വെസ്റ്റ് ബാങ്കിലും ജോർദാനും ഇടയിലെ അലൻബി ക്രോസിംഗിൽ ജോർദാൻ പൗരൻ നടത്തിയ ആക്രമണത്തിൽ 2 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു. ഇയാളെ സൈന്യം വെടിവെച്ചു കൊന്നു. ജോർദാൻ അതിർത്തി ഇസ്രായേൽ അടച്ചിടുകയും ചെയ്തു. ഇസ്രായേലിലെ തുറമുഖ നഗരമായ ഈലാത്തിന് നേരെ ഹൂതികൾ ഡ്രോണാക്രമണം നടത്തി. ആക്രമണത്തിൽ ഹോട്ടലിന് തീപിടിച്ചു. ഇസ്രായേലിനെതിരെ അതിശക്തമായ ആക്രമണം തുടർച്ചയായി നടത്തുകയാണ് യമനിലെ സായുധ ഗ്രൂപ്പായ ഹൂതികൾ. ഗാസയിലെ വംശഹത്യയ്ക്കും ഇസ്രായേൽ ഭരണകൂടം നടത്തുന്ന ആക്രമണത്തിനും മറുപടിയായി കനത്ത ആക്രമണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹൂതികൾ. ഹൂതികളുടെ മിസൈൽ യൂണിറ്റ് പലസ്തീൻ 2 എന്ന ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ടെലവീവിലെ നിർണായക ലക്ഷ്യങ്ങളിലേക്ക് വിക്ഷേപിച്ചതായി ഹൂതികളുടെ വക്താവ് ബ്രിഗേഡിയർ ജനറൽ യഹ്യ സാരി അറിയിച്ചു. ഗാസ സിറ്റിക്ക് നേരെയുള്ള ആക്രമണം ഇസ്രായേൽ ശക്തമാക്കിയതോടെ ലക്ഷക്കണക്കിന് ആളുകളാണ് നഗരം ഉപേക്ഷിച്ചത്. ഗാസ സിറ്റിയിൽ കരയാക്രമണം തുടങ്ങിയതിന് പിന്നാലെ ആശുപത്രികൾക്കെതിരെയും ഇസ്രായേൽ ആക്രമണം ശക്തമാക്കി. ഗസയിലെ അൽ-ഷിഫ, അൽ-അഹ്ലി ആശുപത്രികൾക്കെതിരെയാണ് ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയത്. 80% ഗസയും കീഴടക്കിയെന്നും ഹമാസിൻ്റെ അവസാന ശക്തി കേന്ദ്രവും പിടിച്ചടക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു.